പോകുന്നത്. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ സംസ്ഥാനത്തും പ്രതിഷേധമുണ്ടാകുന്നു. PG ഡോക്ടേഴ്സും സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സും ഇന്ന് പ്രതിഷേധം അറിയിക്കും. OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചാണ് സമരം. എന്നാൽ അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഗിരീഷ്, യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ പ്രതിഷേധമൊക്കെ ഉണ്ടാകാൻ താമസിച്ചു പോയോ? അതാണ് ഈ K അനിൽകുമാർ നമ്മളോട് യൂട്യൂബിലൂടെ പറയുന്നത്. ഗുഡ് മോർണിംഗ് SKN. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർമാർ ആരംഭിച്ചിരുന്നു. പക്ഷേ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങിയിരുന്നില്ല. പക്ഷേ ദേശീയ തലത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്തും ഡോക്ടർമാരുടെ സമരത്തിലേക്ക് ഇപ്പോൾ അവർ കടന്നിരിക്കുന്നത്. ഇതിൽ സർക്കാർ മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാരും അതോടൊപ്പം തന്നെ സീനിയർ റെസിഡൻറ്റ് ഡോക്ടർമാരുമാണ് ഇന്ന് ജോലി ബഹിഷ്കരിക്കുന്നത്. OP ഡ്യൂട്ടിയും അതോടൊപ്പം തന്നെ വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇവർ ഈ സംഭവത്തിൽ ഈ വിഷയത്തിൽ ഉള്ള തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. എന്നാൽ അത്യാഹിത വിഭാഗത്തെ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തിൽ ഏറിയ പങ്ക് നടക്കുന്നത് ഈ PG ഡോക്ടർമാരുടെയും സീനിയർ റെസിഡൻറ്റ് ഡോക്ടർമാരുടെയും സേവനത്തെ തുടർന്നാണ്. സ്വാഭാവികമായും ഇവർ സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ഭാഗികമായെങ്കിലും പ്രതിസന്ധിയിലാവുന്നതിന് ഇത് ഇടയാക്കും. ദേശീയ തലത്തിൽ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആക്ഷൻ ഫോറത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവരുടെ സമരം. ഈ കുറ്റവാളികളെ മുഴുവനും അറസ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളാണ് സംസ്ഥാനത്തെ യുവ ഡോക്ടർമാരും ഉയർത്തുന്നത്. ഇതോടൊപ്പം തന്നെ ശ്രീചിത്രയിലെ ഡോക്ടർമാർ കൂടി ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു. ഇതോടെ ശ്രീചിത്രയുടെ പ്രവർത്തനവും തൽക്കാലം പ്രതിസന്ധിയിലാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതോടൊപ്പം സർക്കാർ ഡോക്ടർമാരുടെ സംഘടന ഇന്ന് സംസ്ഥാനത്ത് കരിദിനം ആചരിക്കുന്നതിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന്, ഡോക്ടർമാരുടെ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. SKN.